പി വി അൻവറിനെ കരുത്തനാക്കിയോ എന്നാണ് ചോദ്യം. നിശ്ചയമായും പി വി അൻവറിനെ കരുത്തനാക്കിയിരിക്കുന്നു. ഞാനിതിൽ സ്വീകരിക്കുന്ന എൻ്റെ പൊസിഷൻ, ഇന്ന് പിണറായി വിജയൻ്റെ പോലീസ് ഇന്നലെ രാത്രിയിൽ സ്വീകരിച്ച ഈ നാടകീയമായ അറസ്റ്റ് തിരക്കഥ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് എന്നതാണ്. പി വി അൻവറിനെ വില്ലനാക്കാൻ എഴുതി തുടങ്ങിയ തിരക്കഥ ഒടുവിൽ പി വി അൻവറിനെ ഒരു പൊളിറ്റിക്കൽ ഹീറോ ആക്കി ഈ 2 ദിവസത്തെ പ്രൈം ടൈം പി വി അൻവറിനെ സമ്മാനിച്ചിരിക്കുകയാണ്. ഇതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണെന്ന് പറയാൻ രണ്ടുണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇന്നത്തെ ദിവസം കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്നതായി ഞങ്ങളടക്കമുള്ള എഡിറ്റേഴ്സിന് തോന്നിയിരിക്കുന്നതും യഥാർത്ഥത്തിൽ IC ബാലകൃഷ്ണനെ പ്രതിക്കൂട്ടിലാക്കിയ വയനാട് ഡി സി സി ട്രഷറർ NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പാണ്. 6 പേജുകളുള്ള ആ ആത്മഹത്യാക്കുറിപ്പിൽ IC ബാലകൃഷ്ണൻ MLA എന്ന മുൻ DCC പ്രസിഡന്റിൻ്റെ ഒപ്പം ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ്റെ, ലീഗൽ സെല്ലിലെ പൗലോസിൻ്റെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. PP ദിവ്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ PP ദിവ്യയുടെ വിഷയം ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ഇടം കിട്ടിയതുപോലെ ഒരു സ്പേസ് ആകുമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ വാർത്താ ദിനത്തിൽ IC ബാലകൃഷ്ണനെ പ്രതിക്കൂട്ടിലാക്കി NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പ്. എന്നാൽ നോക്കൂ, ഇന്ന് എല്ലാ മാധ്യമങ്ങളും നമ്മളടക്കം പി വി അൻവറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നത് പി വി അൻവറിനെ അനാവശ്യമായി ഇന്നലെ രാത്രിയിൽ തിടുക്കപ്പെട്ട് പോലീസിന്റെ വലിയ സന്നാഹമൊരുക്കി നാടകീയമായി അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രിയിൽ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. എന്തു കുറ്റത്തിനാ? 3500 രൂപയിൽ താഴെയുള്ള ഓഫീസിലെ 2 കസേരകളും ഒരു ട്യൂബ് ലൈറ്റും അടിച്ചു പൊട്ടിച്ചതിനാണ് ഇന്നലെ ഈ നാടകീയമായ അറസ്റ്റ്. 120 പോലീസുകാരെയാണ് ഒതായിലുള്ള വീട്ടിൽ വിന്യസിച്ചത്. അതും DYSP ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘമാണ് വീട്ടിലെത്തി പി വി അൻവർ എന്ന MLA അറസ്റ്റ് ചെയ്തത്. അതിനുള്ള അടിയന്തര സാഹചര്യം എന്തായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പി വി അൻവർ MLAയുടെ പേര് മാത്രമുണ്ടാവുകയും അടിച്ചു തകർത്ത മറ്റുള്ളവരുടെ പേര് ആ FIRൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്തതിനെ ഹൈക്കോടതി ഇന്ന് ചോദ്യം ചെയ്തിരുന്നു. എന്തിനായിരുന്നു തിടുക്കപ്പെട്ട അറസ്റ്റ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് 2015 മാർച്ച് മാസം 15-ാം തീയതി നടത്തിയ നിയമസഭയിലെ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ കൂടി കൊണ്ടുവരാം. ആ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇന്നിപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന പലരും 2,20,093 രൂപയുടെ പൊതുമുതലാണ് നമ്മളുടെ നിയമസഭയിൽ ജനാധിപത്യത്തിൻ്റെ തർക്കവിതർക്കങ്ങൾ നടക്കേണ്ട ഒരു നിർണായകമായ സ്ഥലത്ത് നശിപ്പിച്ചിരിക്കുന്നത്. ആ കേസിൽ ഒരൊറ്റ MLAയും ഒരൊറ്റ രാഷ്ട്രീയ നേതാവും ജയിലിൽ കിടന്നിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും വീട്ടിൽ അർദ്ധരാത്രിയിൽ പോലീസ് ഇതേപോലെ ക്യാമ്പ് ചെയ്ത് 120 പോലീസുമായി പോയി കിടന്നിട്ടില്ല. അർദ്ധരാത്രിയിൽ പോലീസ് DYSP അടക്കമുള്ളവർ വീട്ടിനുള്ളിൽ കയറി അറസ്റ്റ് നാടകം നടത്തിയിട്ടില്ല. വാറണ്ട് കൊടുത്ത് നാടകം നടത്തിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ഫീസ്റ്റ് ഒരുക്കിയിട്ടില്ല. അവരുടെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രിയിൽ 10-70 കിലോമീറ്റർ അപ്പുറത്തുള്ള ജയിലിലേക്ക് കൊണ്ടുപോയി അടച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നലെ തിടുക്കപ്പെട്ട അടിയന്തരമായി പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്? അങ്ങനെ തീരുമാനിച്ച ആ രാഷ്ട്രീയ നീക്കം അതൊരു വ്യക്തിപരമായ രാഷ്ട്രീയ പകപോക്കലായിരുന്നു. ആ രാഷ്ട്രീയ പകപോക്കൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം CPM-ന് തിരിച്ചടിയായി മാറുന്നത് കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ നിൽക്കുമായിരുന്ന, കേരളം കത്തുമായിരുന്ന ഒരു രാഷ്ട്രീയ വിഷയം പ്രൈം ടൈമിൽ ചർച്ച ചെയ്യുന്നതിൽ നിന്നും ആ വിഷയം ഓർമ്മിപ്പിക്കുന്നതിൽ നിന്നും കോൺഗ്രസിനെ രക്ഷിച്ചെടുത്തൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് ഇന്നലെ യഥാർത്ഥത്തിൽ പി വി അൻവറിനെതിരെയുള്ള നീക്കമായി നമ്മൾ കാണുന്നത്. അതാണ് നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ബ്ലണ്ടറായി മാറുന്നത്? നോക്കൂ, UDF-ലെ ഘടകകക്ഷികളിൽ പലർക്കും പി വി അൻവറിനോട് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ RSP നേതാവുമായി ഷിബു ബേബി ജോണുമായി ഞാൻ സംസാരിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേരത്തെ പ്രതിനിധികൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അവർ അപ്പോഴും പി വി അൻവറിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായിരുന്നു. VT ബൽറാമിനെ പോലെയുള്ള നേതാക്കൾ കടുത്ത വിമർശനമാണ് പി വി അൻവറിനെതിരെ ഉയർത്തിയിരുന്നത്. VD സതീശൻ പി വി അൻവറിനെതിരെ നിലപാടെടുത്തയാളാണ്. ചേലക്കരയിൽ UDF-ന്റെ പരാജയത്തിൻ്റെ കാരണങ്ങളിലൊന്ന് പി വി അൻവർ നിർത്തിയ സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചതാണ്, സുധീർ വോട്ട് പിടിച്ചതാണ് എന്ന നിഗമനത്തിൽ പോലും എത്തിയിരുന്നു കോൺഗ്രസ്. ആ അവസ്ഥയിൽ നിന്ന് ഇന്നലെ ഒരൊറ്റ രാത്രിയിലെ ഒരൊറ്റ അറസ്റ്റ് നീക്കം കൊണ്ട് UDF-ലെ ഘടകകക്ഷികളെയും കോൺഗ്രസിലെ KPCC പ്രസിഡന്റ് മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുള്ള മുഴുവൻ നേതാക്കളെയും ഈ വിഷയത്തിൽ പി വി അൻവറിന് പിന്നിൽ അണിനിരത്താൻ ഇന്നലത്തെ പോലീസ് ആക്ഷന് സാധിച്ചിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ പൊളിറ്റിക്കൽ ബണ്ട്. ഈ വിഷയത്തിൽ ഒരേ ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമേ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് നമ്മൾ കേട്ടുള്ളൂ. അത് VT ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. VT ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ആദ്യ ഭാഗം ഇതാണ്: രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശവും VD സതീശനെതിരായിട്ടുള്ള 180 കോടിയുടെ പരാമർശവും പിൻവലിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ എല്ലാ പിന്തുണയും UDF-ലേക്ക് വരുന്നതിനുള്ള എല്ലാ പിന്തുണയും നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബാക്കി ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടുള്ള പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകുകയാണ് UDF. ആ നിലയിലേക്ക് പി വി അൻവറിനെ കൊണ്ടെത്തിച്ചതിനു പിന്നിൽ പിണറായി വിജയൻ്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം അത് പാളിപ്പോയിരിക്കുന്നു. അതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ഇനി മൂന്നാമത്തത്, പി വി അൻവർ എങ്ങനെയാണ് ഇനി കരുത്തരാകാൻ പോകുന്നത്? പി വി അൻവർ ഏറനാട് മത്സരിക്കാൻ വരുന്ന സമയത്ത്
അന്ന് തന്നെ അറിയാം, അന്ന് CPM-ന്റെ പിന്തുണ PV അൻവറിന് കിട്ടിയിരുന്നു. അന്ന് CPI-യുടെ സ്ഥാനാർത്ഥിയേക്കാൾ PV അൻവറാണ് ഏറനാട് മണ്ഡലത്തിൽ നിന്ന് കൂടുതൽ വോട്ട് സ്വന്തമാക്കുന്നതെന്ന് PK ബഷീറിനോട് പരാജയപ്പെടുമ്പോഴും CPI-യുടെ സ്ഥാനാർത്ഥി KP ബാബുരാജ് കേവലം 2700 വോട്ടുകൾ മാത്രമാണ് ഏറനാട് മണ്ഡലത്തിൽ നേടുന്നത്. അന്ന് CPM-ന്റെ പിന്തുണയോടുകൂടി PV അൻവർ എത്തുമ്പോൾ 47,452 വോട്ടുകൾ ഒരു സ്വതന്ത്രനായി നിന്ന് CPM-ന്റെ അപ്രഖ്യാപിത പിന്തുണയോടുകൂടി ഏറനാട് PV അൻവർ സ്വന്തമാക്കുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നീട് PV അൻവറിന് CPM തെളിഞ്ഞാണ് പിന്തുണ കൊടുക്കുന്നത്. അവിടെയാണ് 2016 വിജയിച്ചു കയറുന്നത്. അതും ആര്യാടൻ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി PV അൻവർ എത്തുന്നു. 2019 അദ്ദേഹം ലീഡ് നില ഉയർത്തുകയാണ്. അപ്പോൾ 2016-ലും 2019-ലും നിലമ്പൂരിൽ PV അൻവറിന്റെ പ്രകടനത്തിന് പിന്നിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ PV അൻവർ അവിടെയും നിയമസഭാ മണ്ഡലത്തിൽ കരുത്തനാണ്. അവിടെയാണ് ആ PV അൻവറിനെ രാഷ്ട്രീയ അപ്രസക്തരാക്കുന്ന നീക്കങ്ങൾ PV അൻവർ തന്നെ നടത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ പാളിപ്പോയ നീക്കങ്ങളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് UDF-ൽ എത്തിച്ചേരാനുള്ള അദ്ദേഹത്തിന്റെ തിടുക്കപ്പെട്ട നീക്കം പാളി. ഇന്ത്യ മുന്നണിയിൽ എത്താനുള്ള DMK വഴി എത്താനുള്ള അദ്ദേഹത്തിന്റെ നീക്കം പാളി. പേര് പോലും തമിഴ്നാട്ടിലെ DMK ഓർമ്മിപ്പിക്കുന്ന വിധത്തിലിട്ട നീക്കം പാളി. ഒടുവിൽ തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള നീക്കം പാളി. അങ്ങനെ രാഷ്ട്രീയ അപ്രസക്തനായി നിൽക്കുന്ന ഘട്ടത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മിൻഹാജിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതോടുകൂടി UDF-ന്റെ ഒരു വിപ്രതിപത്തിയും PV അൻവർ സ്വന്തമാക്കുന്നത്. അങ്ങനെ UDF-ലേക്കുള്ള വഴി ഏകദേശം അടഞ്ഞു എന്ന് നിൽക്കുന്ന ഘട്ടത്തിലാണ്, ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാകുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ, അപ്രസക്തനാകുന്ന ഘട്ടത്തിലാണ് PV അൻവറിനെ വീണ്ടും വാർത്താ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള പിണറായി വിജയന്റെയും പോലീസിന്റെയും ഈ നീക്കം. അത് രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ്. അത് PV അൻവർ എന്ന MLA കൂടുതൽ കരുത്തനാക്കി മാറ്റിയിരിക്കുന്നു. UDF-ലേക്ക് ഇനി PV അൻവർ MLA പ്രവേശിക്കും. PV അൻവർ MLA-ക്ക് ഒരു സ്വതന്ത്ര MLA ആയതുകൊണ്ട് തന്നെ UDF-ലേക്ക് അദ്ദേഹം വരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് നിയമസഭാംഗത്വം നഷ്ടമാവുകയില്ല. അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കുന്ന വേളയിൽ മാത്രമാണ് അങ്ങനെ കൂറുമാറ്റ നിരോധന നിയമം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ PV അൻവർ കരുത്തനായിട്ടായിരിക്കും വരിക. UDF-ലേക്ക് PV അൻവറിന്റെ എൻട്രി ചർച്ച ചെയ്യാൻ KPCC-യുടെ രാഷ്ട്രീയകാര്യ സമിതി അടിയന്തരമായി ഈ ഞായറാഴ്ച കൂടാൻ പോവുകയാണ്. ഈ വിഷയം അവിടെ ചർച്ച ചെയ്യും. ഈ വിഷയം UDF-ൽ തന്നെ പല ഘട്ടങ്ങളിലും ഇൻഫോർമലായി, അനൗദ്യോഗികമായി, അനൗപചാരികമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം PK കുഞ്ഞാലിക്കുട്ടി നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി അത് ഔദ്യോഗികമാകേണ്ട ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. വൈകുമായിരുന്ന UDF പ്രവേശനം വേഗത്തിലാക്കിയതും ഈ രാഷ്ട്രീയമായ നീക്കമാണ്, ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമായ നീക്കമാണ് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഈ വിഷയത്തിൽ ഒരു തരത്തിലും അടിയന്തരമായ ഒരു അർദ്ധരാത്രിയിൽ ഒരു MLA കസ്റ്റഡിയിലെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. 3 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു നിയമസഭാ സാമാജികനാണ്. അദ്ദേഹത്തിന് എതിരെ ഈ ദൃശ്യങ്ങളോ മറ്റേതെങ്കിലും തെളിവുകളോ നേരിട്ടില്ല. അദ്ദേഹത്തിനോടൊപ്പം ഇതിൽ ആക്രമണം നടത്തിയ 10 പേരിൽ 6 പേരെ ഇനിയും പിടികൂടിയിട്ടില്ല. 4 പേരെ മാത്രമാണ് പിടികൂടുന്നത്. ഒരു നോട്ടീസ് നൽകി MLA വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്യാമായിരുന്നിരിക്കെ ആ സാഹചര്യത്തിൽ MLA അറസ്റ്റ് ചെയ്തത് ഒരു അബദ്ധമായ നീക്കമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിനെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ FIR-ൽ ബാക്കിയുള്ള ആളുകളുടെ പേര് വിവരങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PV അൻവറിന്റെ പേര് മാത്രമേ ഉള്ളൂ. അതാണ് ഇന്ന് കോടതി ചോദിച്ചതും. മൂന്നാമത്തത് നോക്കൂ, അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ, വെറും 18 മണിക്കൂറിനുള്ളിലാണ് PV അൻവർ പുറത്തു വരുന്നത്. ഇനി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം കൂടിയൊന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം നിന്നുകൊണ്ടായിരിക്കും പിണറായിസം അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ പോവുക. അതിൽ ഒരേ സമയം തന്നെ ക്രൈസ്തവ പക്ഷത്തെയും മറുഭാഗത്ത് ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് PV അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. PV അൻവർ പുറത്തിറങ്ങിയതിനു ശേഷം നടത്തിയ പ്രസ്താവനയും നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ PV അൻവർ ന്യൂനപക്ഷ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ, സ്വത്ത് രാഷ്ട്രീയമൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അന്ന് ഈ ഓട്ടോ തൊഴിലാളികൾ, ബൈക്ക് യാത്രക്കാർ, ഹെൽമറ്റ് വയ്ക്കാത്ത യാത്ര, അന്ന് പോലീസിനോടും മോട്ടോർ വാഹന വകുപ്പിനോടും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന് വിരോധമെങ്കിൽ ഇന്നിപ്പോൾ അത് വനം വകുപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ രാഷ്ട്രീയ സമരം, ജനകീയ യാത്ര നടത്താൻ ശ്രമിച്ചത്. അവിടെ ക്രൈസ്തവ സഭകളുടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടും. മലയോര കർഷകരുടെ പിന്തുണയും PV അൻവറിന് ലഭിക്കും. അത് നേരത്തെ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളെക്കാൾ, ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരെക്കാളൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഈ വരവിൽ കുറച്ചുകൂടി വ്യക്തമായ കാൽക്കുലേഷൻസ് PV അൻവറിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനകീയ യാത്ര അത് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ജനകീയ യാത്രയിൽ പക്ഷേ DCC പ്രസിഡന്റുമാരും ET മുഹമ്മദ് ബഷീറും ഒക്കെ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് പാളിപ്പോയി. പക്ഷേ ആ ജനകീയ യാത്രയ്ക്ക് കിട്ടുമായിരുന്നതിനേക്കാൾ വലിയ സ്വീകാര്യത അറസ്റ്റിലൂടെ ഈ ജയിൽ യാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നുവെന്നാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ്. മറ്റൊന്ന്, PV അൻവറിനെ കരുത്തരാക്കുന്നതിനുള്ള ഒരു എനർജി ഡോസ് ആയിരുന്നു ഇന്നലെ പാളിപ്പോയ പോലീസിന്റെ ഈ നീക്കം എന്നതാണ്. Meet the editors.